മാസ്റ്റർ പ്ലാൻ. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഗതി നിർണ്ണയിക്കാനായിട്ട് അത്രയും ശക്തമായ ഒരു കേരള ബജറ്റ് ആയിരിക്കും നമ്മൾ കാണാൻ പോകുന്ന 2026 ബജറ്റ്. അടുക്കള മുതൽ അങ്ങ് സർക്കാർ ഓഫീസുകളിലെ കസേരകളിൽ വരെ കൊണ്ടുപിടിച്ച ചർച്ചയാണ്. അതെന്തായിരിക്കും അങ്ങനെ? എൻട്രി കൊമേഴ്സിന്റെ ഇന്നത്തെ വീഡിയോ ഈ ഒരു വിഷയത്തെ പറ്റിയിട്ടാണ്. എന്താണ് കേരളം കാത്തിരിക്കേണ്ട ആ സമ്മാന പെരുമഴ? കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഭരണപക്ഷത്തിന് ചില തിരിച്ചടികളൊക്കെ നേരിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ മനസ്സ് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തല്ലേ പറ്റൂ. അപ്പൊ ഇതൊരു രാഷ്ട്രീയ തിരക്കഥയാണ് എന്നൊക്കെ പലരും അഭ്യൂഹങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ നമുക്കൊന്ന് അറിയണമല്ലോ എന്തൊക്കെയാണ് ഇതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കേൾക്കാൻ പോകുന്ന ആ കാര്യങ്ങളുള്ളത്. ഒന്നാമത്തെ കാര്യം, 1600 രൂപയായിരുന്ന ക്ഷേമ പെൻഷനുകൾ 2500 രൂപയാക്കി മാറ്റും എന്നൊരു കാര്യമാണ്. 2000 ആക്കുമെന്ന് കഴിഞ്ഞ ബജറ്റിൽ പറഞ്ഞിരുന്നെങ്കിലും അതാക്കിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ അത് 2500 രൂപയായിട്ട് കൂട്ടും എന്നുള്ളതാണ് പലയിടത്തുനിന്നും നമുക്ക് കേൾക്കാൻ പറ്റുന്ന ഒരു കാര്യം. ഇത് മന്ത്രി തന്നെ പല ഒഫീഷ്യൽ ന്യൂസ് ബൈറ്റ്സിലും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഇനി അടുത്തത് സർക്കാർ ജീവനക്കാരാണ്. അതായത് കേരളത്തിന്റെ ഒരു വലിയ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ഇവരാണ്. ഇവരുടെ 2 പ്രധാന ആവശ്യങ്ങളാണ് ഈ പറയുന്ന ബജറ്റിലൂടെ നടത്തി കൊടുക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 1 ശമ്പള പരിഷ്കരണമാണ്, 2 പങ്കാളിത്ത പെൻഷൻ ഇല്ലാതാക്കുക എന്ന ആവശ്യം. ശമ്പള പരിഷ്കരണത്തിന് ഒരു പ്രത്യേക സമിതി തന്നെ രൂപീകരിക്കും എന്ന രീതിയിലൊക്കെ ഉള്ള വാർത്തകളും കാര്യങ്ങളും നമ്മൾ കേൾക്കുന്നുണ്ട്. അതുകൂടാതെ ഈ പറയുന്ന പങ്കാളിത്ത പെൻഷനൊക്കെ മാറ്റിയിട്ട് ഒരു അഷ്വേർഡ് പെൻഷൻ അല്ലെങ്കിൽ പഴയ രീതിയിലുള്ള പെൻഷൻ സിസ്റ്റം ഒക്കെ തിരിച്ചു കൊണ്ടുവരും എന്ന രീതിയിലും കാര്യങ്ങൾ അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. അത് മാത്രമല്ല, ആശാ വർക്കർമാർ, അംഗനവാടി ജീവനക്കാർ, പാചക തൊഴിലാളികൾ എന്നിവരുടെയൊക്കെ വേതനം ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, യുവാക്കൾ അല്ലെങ്കിൽ സ്ത്രീകളുടെയൊക്കെ പല ജനകീയ പദ്ധതികളും പുതിയതായിട്ട് തുടങ്ങുന്ന കാര്യത്തെ പറ്റിയും ഈ ബജറ്റിൽ ആലോചനകൾ പോകുന്നുണ്ട്. പക്ഷെ ഇവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കേരളം ഇത്രയധികം കടബാധ്യതയുള്ള ഒരു സമയത്ത് അല്ലെങ്കിൽ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സെൻട്രൽ ഗവൺമെന്റുമായിട്ടൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ ഇങ്ങനെ എല്ലാവരെയും ഒരുപോലെ കേറ്റർ ചെയ്യുന്ന ഒരു ബജറ്റ് അത് പ്രഖ്യാപനം മാത്രം ആയിട്ട് മാറുമോ, അതോ പിന്നീട് നികുതി ബാധ്യത കൊണ്ട് നമ്മൾ തന്നെ തിരിച്ചടക്കേണ്ടി വരുമോ? അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ കമന്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് രേഖപ്പെടുത്തുക. മറ്റ് കൊമേഴ്സ് അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്